ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തെ വിദേശികളുടെ താമസം സംബന്ധിച്ച കരട് ഉത്തരവിന് കുവൈറ്റ് ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് അൽ സബാഹിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നടന്ന പ്രതിവാര യോഗത്തിൽ അംഗീകാരം നൽകി. റെസിഡൻസിയിലെ വ്യാപാരം നിരോധിക്കുക, വിദേശികളെ നാട് കടത്തുന്നതിനും പുറത്താക്കുന്നതിനുമുള്ള നിയമങ്ങൾ നിർണ്ണയിക്കുക, വിദേശികളുടെ താമസ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷകൾ ചുമത്തുക എന്നിവയാണ് ഡിഗ്രി ലക്ഷ്യമിടുന്നത്. പ്രവാസികളുടെ പ്രവേശനം, അധികാരികളെ അറിയിക്കൽ, താമസ സ്ഥലങ്ങളിലെ വ്യാപാരം, ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, നിയമലംഘകർക്കുള്ള പിഴകൾ എന്നിവ സംബന്ധിച്ച നിയമങ്ങൾ നിയന്ത്രിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന 7 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമമെന്ന് ക്യാബിനറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. രാജ്യത്തെ ജീവനക്കാർക്ക് അനുയോജ്യമായ ജോലി സമയമോ വിദൂര ജോലിയോ നൽകിയാൽ തിരക്കേറിയ സമയത്തെ ഗതാഗതക്കുരുക്ക് 30% കുറയ്ക്കാനാകുമെന്ന് സർവേ റിപ്പോർട്ട്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടത്തിയ 2 സർവേകളിലാണ് ഈ കണ്ടെത്തൽ. 2 മണിക്കൂർ വ്യത്യാസത്തിൽ ജീവനക്കാരുടെ ജോലി സമയം ക്രമീകരിച്ചും മാസത്തിൽ 4-5 ദിവസം വിദൂര ജോലിക്ക് അവസരം നൽകിയും ഗതാഗതക്കുരുക്ക് കുറക്കാനാകുമെന്നാണ് കണ്ടെത്തൽ. ദുബൈയിലെ 20% ജീവനക്കാർ ഒരു ദിവസം വിദൂര ജോലി ചെയ്യുകയാണെങ്കിൽ ഷെയ്ഖ് സായിദ് റോഡിലെ ഗതാഗതക്കുരുക്ക് 9.8%, അൽഖൈൽ റോഡിൽ 8.4% കുറയും. ഫ്ലെക്സിബിൾ ജോലി ഏർപ്പെടുത്തിയാൽ ഇത് യഥാക്രമം 5.7%, 5% ഗതാഗതക്കുരുക്ക് കുറയ്ക്കും. ആദ്യ സർവേയിൽ 644 കമ്പനികളിലെ 3.2 ലക്ഷം ജീവനക്കാരും രണ്ടാമത്തെ സർവേയിൽ 12,000 ജീവനക്കാരും പങ്കെടുത്തു. 32% സ്വകാര്യ കമ്പനികളും വിദൂര വർക്ക് നയങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. 58% കമ്പനികൾ വിദൂര ജോലി വിപുലീകരിക്കാൻ സന്നദ്ധത അറിയിച്ചു. കൂടാതെ 31% കമ്പനികൾ ജീവനക്കാർക്ക് അനുയോജ്യമായ ജോലി സമയം തിരഞ്ഞെടുക്കാനും അവസരം നൽകിയിട്ടുണ്ട്. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകിയ ദുബായ് ഗതാഗത നയത്തെ തുടർന്ന് സർവേ നടത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സൗദിയിലെ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ്. 1,61,189 യാത്രക്കാരാണ് ഒരു ദിവസം യാത്ര ചെയ്തത്. സർവകാല റെക്കോർഡാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നവംബർ 6-നാണ് ഇത്രയും യാത്രക്കാർ ഈ വിമാനത്താവളം വഴി സഞ്ചരിച്ചത്. ആകെ യാത്രക്കാരിൽ 79,994 പേർ ജിദ്ദയിൽ വിമാനമിറങ്ങുകയും 81,195 പേർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. 817 വിമാന സർവീസുകളാണ് ഈ ദിവസം മാത്രം ജിദ്ദ വിമാനത്താവളത്തിൽ നടന്നത്. രാജ്യത്തുള്ള പ്രായമായ രോഗികളെ ഉൾപ്പെടെ നിർബന്ധിച്ച് കൈകൾ ചുംബിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളടങ്ങിയ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് സൗദി അറേബ്യയിലെ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നിരവധി ആരോഗ്യ പ്രവർത്തകർ അറസ്റ്റിലായി. റിയാദ്, ജസാൻ, തബൂക്ക് എന്നിവിടങ്ങളിലാണ് അറസ്റ്റ് നടന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുറ്റാരോപിതരായ വ്യക്തികൾക്കെതിരെ ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അവരുടെ പ്രവർത്തനങ്ങൾ പ്രൊഫഷണൽ മാനദണ്ഡങ്ങളുടെയും ആരോഗ്യ ചട്ടങ്ങളുടെയും ലംഘനമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഒമാനിലെ സ്കൂളുകളുടെ മികവ് അളക്കാനുള്ള സംവിധാനം വരുന്നു. രാജ്യത്തെ സ്കൂളുകളുടെ പ്രകടനം വിലയിരുത്തുന്നതിനുള്ള ദേശീയ ചട്ടക്കൂട് ഡിസംബർ 2-ന് ആരംഭിക്കുമെന്ന് ഒമാൻ അതോറിറ്റി ഫോർ അക്കാദമിക് അക്രഡിറ്റേഷൻ ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ഓഫ് എഡ്യൂക്കേഷൻ (CEO) വ്യക്തമാക്കി. കുറഞ്ഞ പെർഫോമൻസ് റേറ്റിംഗിലുള്ള സ്കൂളുകളെ മൂല്യനിർണ്ണയ ഫലങ്ങൾ അറിയിക്കുമെന്നും അവരുടെ നില മെച്ചപ്പെടുത്തുന്നതിനുള്ള പിന്തുണ നൽകുമെന്നും കൂട്ടിച്ചേർത്തു. സാംസ്കാരിക മന്ത്രി സെയ്ദ് ദിയസിൻ ബിൻ ഹൈത്തം ബിൻ താരിഖ് അൽ സൗദിന്റെ സാന്നിധ്യത്തിൽ 2024 ഡിസംബർ 2-ന് മസ്കറ്റിലെ കെമ്പിൻസ്കി ഹോട്ടലിൽ വെച്ച് പുതിയ അക്കാദമിക മൂല്യനിർണ്ണയ സംവിധാനത്തിന്റെ പ്രഖ്യാപനം നിർവഹിക്കും. റോയൽ ഡിഗ്രി നമ്പർ 9/2021 പ്രകാരം രൂപീകൃതമായ ഒമാൻ അതോറിറ്റി ഫോർ അക്കാദമിക് അക്രഡിറ്റേഷൻ ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ഓഫ് എഡ്യൂക്കേഷന്റെ നിയമപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ മൂല്യനിർണ്ണയ സംവിധാനം ആരംഭിക്കുന്നത്.
ഒമാനിലെ സ്കൂളിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും അത് അന്താരാഷ്ട്ര നിലവാരം സ്ഥിരമായി പാലിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവരുടെ സ്വന്തം ആന്തരിക ഗുണനിലവാര സംരക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പുതിയ നടപടി. യുഎഇയിലെ പ്രധാന ദേശീയ ആഘോഷങ്ങളിലൊന്നായ ദേശീയ ദിനത്തിന് പുതിയ പേര് പ്രഖ്യാപിച്ചുകൊണ്ട് സംഘാടക സമിതി. നാഷണൽ ഡേയുടെ ഔദ്യോഗിക നാമം ഈദ് അൽ ഇത്തിഹാദ് എന്നായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പുതിയ പേര് യൂണിയൻ അഥവാ ഇത്തിഹാദ് എന്ന പ്രമേയത്തെ ഊന്നിപ്പറയുകയും 1971 ഡിസംബർ 2 എമിറേറ്റ്സുകളുടെ ഏകീകരണത്തെ ആഘോഷിക്കുകയും ചെയ്യുന്നതായി അധികൃതർ വ്യക്തമാക്കി. ഈ വർഷത്തെ ദേശീയ ദിനാഘോഷത്തിന്റെ പ്രധാന കേന്ദ്രം വ്യക്തമായിട്ടില്ലെങ്കിലും 7 എമിറേറ്റുകളിലുടനീളമുള്ള ഈദ് അൽ ഇത്തിഹാദ് സോണുകളിൽ ഒന്നിലധികം ആഘോഷ പരിപാടികൾ ഉണ്ടാകും. ഈ തീം രാജ്യത്തിന്റെ സ്വത്വം, പൈതൃകം, ഐക്യം, ശക്തി, ദേശീയ അഭിമാനം എന്നിവയുടെ പ്രതീകമാണ്. എല്ലാ വർഷവും ഡിസംബർ 2 ഉത്സവച്ചായയിൽ ദേശീയ ദിനം ആഘോഷിക്കാറുള്ളത്. യുഎഇ ഭരണാധികാരികൾ സാധാരണയായി പങ്കെടുക്കാറുള്ള ഒരു മഹത്തായ ആഘോഷവേളയാണിത്. അതേസമയം 2024 അവസാനത്തെ നീണ്ട വാരാന്ത്യമാണ് ഈ വർഷത്തെ ദേശീയദിന അവധി. ഡിസംബർ 2, 3 തീയതികളിൽ യഥാക്രമം തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലാണ് അവധി വരുന്നത്. ശനി, ഞായർ വാരാന്ത്യവുമായി ചേരുമ്പോൾ അവധി 4 ദിവസമായി നീളും. ഫുജൈറയിൽ പരിശീലന വിമാനം തകർന്നു വീണ് ഒരു മരണം. ചൊവ്വാഴ്ചയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാളെ കാണാതാവുകയും ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫുജൈറ തീരത്ത് വിമാന പരിശീലക പൈലറ്റിന്റെ മൃതദേഹം കണ്ടെത്തി. എന്നാൽ വിമാനത്തെക്കുറിച്ചോ ഒപ്പമുണ്ടായിരുന്ന ട്രെയിനി പൈലറ്റിനെക്കുറിച്ചോ വിവരമൊന്നും ലഭ്യമായിട്ടില്ല. വിമാനത്തിൽ പൈലറ്റും വിദേശ പൗരത്വമുള്ള ഒരു ട്രെയിനിയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പൈലറ്റിന്റെ മൃതദേഹം ഫുജൈറ തീരത്ത് കണ്ടെത്തുകയായിരുന്നു. ട്രെയിനി പൈലറ്റിനെയും വിമാനത്തെയും കണ്ടെത്താൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമുകൾ തീവ്രമായ തിരച്ചിൽ ആരംഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി. പരിശീലനത്തിനായി പറന്നുയർന്ന ഉടൻ വിമാനവുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടതായി യുഎഇയിലെ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറിയിച്ചു. പുറപ്പെട്ട് 20 മിനിറ്റിനുള്ളിൽ ആശയവിനിമയം നഷ്ടപ്പെടുകയും റഡാറിൽ നിന്നും വിമാനം അപ്രത്യക്ഷമാകുകയും ചെയ്തതായും അതോറിറ്റി പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. അപകടത്തിൽ മരിച്ച പൈലറ്റിന്റെ കുടുംബത്തിന് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നതായി അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചുള്ള സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. സംഭവത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തുമെന്ന് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇതിനായി ബന്ധപ്പെട്ട ഏജൻസികളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതായും അധികൃതർ വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.